ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ഹരി ഓം. മലയാള നാട് കർക്കിടക മാസത്തിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ട് വായിക്കുന്നു. ഈ ഒരു സംസ്കാരം അതിൻ്റെ പഴമ കൊണ്ടും അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതകൾ കൊണ്ടും വളരെ ശുഭാവഹമാണ്. കാലം പുരോഗമിക്കുമ്പോൾ പലതരത്തിലുള്ള ഭയങ്ങളും ആശങ്കകളും പരിഭ്രമങ്ങളും ഒക്കെ നിലവിൽ വരുന്നുണ്ട്. ഈ സമയത്ത് ജീവിതത്തിൻ്റെ നാൽക്കവലയിൽ രാമൻ്റെ പാത പിന്തുടരണമോ രാവണൻ്റെ പാത പിന്തുടരണമോ എന്ന ചോദ്യം ഉണ്ടാവുമ്പോൾ എന്താണ് രാമൻ്റെ പാത എന്നറിയുന്നത് രാവണ പാതയെ നിരാകരിക്കാൻ സഹായകമാകും. രാമായണ പാരായണത്തിൻ്റെ ഗുണവിശേഷങ്ങൾ കുട്ടികളിലേക്കും യുവജനങ്ങളിലേക്കും എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് എല്ലാ പ്രേക്ഷകരോടും അഭ്യർത്ഥിച്ചു കൊള്ളട്ടെ. കാരണം ഇന്ന് കുട്ടികളുടെ ലോകം വളരെ വിചിത്രമായിക്കൊണ്ടിരിക്കുകയാണ്. യുവജനതയെ ആകർഷിക്കുന്നത് വളരെ അശുഭകരങ്ങളായ ആവേശങ്ങളും താല്പര്യങ്ങളുമാണ്. അവരൊരു തെറ്റല്ല, അവർക്ക് ശരിയിൽ നിന്ന് ശരിയിലേക്ക് പുരോഗമിക്കാനുള്ള ശരിയായ വഴി കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ ചർച്ചകൾ സജീവമാക്കുന്നതിന് രാമായണത്തെ ഉപാധിയാക്കിയാൽ വളരെ നന്നായിരിക്കും. അതിന് പ്രത്യേകം ഈ വർഷത്തെ കർക്കിടക മാസത്തിലെ രാമായണ പാരായണങ്ങൾ സഹായിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി രാമായണ മാസ ആശംസകൾ. ഹരി ഓം. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.